എൻ്റെ ജീവന്റെ ജീവനെന്നറിയുന്നു ഞാൻ. ഗുരു തന്നെ ദൈവമെന്നറിയുന്നു ഞാൻ. എൻ്റെ ജീവന്റെ ജീവനെന്നറിയുന്നു ഞാൻ. യുഗധർമ്മ കർമ്മമിങ്ങറിയുന്നു ഞാൻ. ഗുരു കനിവിന്റെ നിറവെന്നും അറിയുന്നു ഞാൻ. ഗുരു കനിവിന്റെ നിറവെന്നും അറിയുന്നു ഞാൻ. ഗുരു തന്നെ ദൈവമെന്നറിയുന്നു ഞാൻ. എൻ്റെ ജീവന്റെ ജീവനെന്നറിയുന്നു ഞാൻ. എൻ്റെ ജീവന്റെ ജീവനെന്നറിയുന്നു ഞാൻ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാഗുരു സത്യപ്രദായ നമഃ. ഈ ഗുരുപൂജ ചെയ്തതിൻ്റെ ആ കർത്താവിനെയും കാണിച്ചു തരിക. അപ്പം ഇതെന്താണ് നിങ്ങൾ കാണുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പം ഇന്നോളം ആരാധിച്ച് വന്നു പോയ നമ്മളുടെ ഏറ്റവും വലിയ നിവാരണ മാർഗം നമ്മൾ ചെയ്തെടുക്കുകയാണ്. ഇതാണ് ഈ ഗുരുപൂജയുടെ സംഗതി. ഇങ്ങനെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. അപ്പം ഇതിനുണ്ടായ പ്രതിഷ്ഠയാണ് ഇവിടുത്തെ ഈ കർമ്മമായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രതിഷ്ഠയിൽ ഈ പറഞ്ഞ ഗോളങ്ങളും രാശി നക്ഷത്രവും കണക്ക് കൂട്ടിക്കൊണ്ട് ഒരു സംഗതി ഇവിടെ പകർന്നിരിക്കുകയാണ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് അനവധി ദർശനങ്ങൾ, അനേക സ്വഭാവത്തിലുള്ള മാർഗദർശനം
കിട്ടാനാണ്. അപ്പം ഇത് നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന വേറൊന്നും ചെയ്യണ്ട. ഈ ജനങ്ങൾക്ക് ഈ പ്രാർത്ഥന കൊണ്ടോ ഞങ്ങളുടെ ഈ ചെറിയ ഒന്നും അറിയാൻ വയ്യാത്ത ഒരു പ്രാർത്ഥന കൊണ്ടോ എന്തെങ്കിലും ഉപയോഗം ഉണ്ടെങ്കിൽ അതിവിടം കൊണ്ട് നടക്കുകയും ആ ദൈവനിശ്ചയപ്രകാരം നടക്കേണ്ട ഒരു സത്യം നടത്താൻ ഇവിടെ കാണിച്ചു തന്ന ആ സൽക്കർമ്മത്തോട് ഞങ്ങൾ എന്നേക്കും കടമപ്പെട്ടവരായിരിക്കുന്നു. ഞങ്ങളത് ചെയ്യാൻ വന്നതാണ്. ഞങ്ങൾ എന്നേക്കുമായി ചെയ്യും. അത് ഞങ്ങളുടെ കുട്ടികൾ ഒരെണ്ണമുള്ള കാലത്തോളം, പിന്നെ അവരുടെ കുട്ടികളുള്ള, അതിനെന്ത് ചെയ്തിരിക്കുകയാണ്? ഈ നിങ്ങൾ ആരാധിച്ചു പോയ ദേവനും ദേവിയും ഋഷിയും സന്യാസിയുമായിട്ട് മാറി നിൽക്കുന്ന ആ കർമ്മത്തെ പിടിച്ച് മാറ്റി അതിനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നിങ്ങൾ വഴിതെറ്റിപ്പോയാൽ ഇത് നിങ്ങളെ തന്നെ ശപിക്കുകയും അത് ദൈവശാപത്തിൻ്റെ കാരണമായി മാറുകയും ചെയ്യും. അതാർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇതിവിടെ പലർക്കും അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യങ്ങൾ, ഈ പ്രതിഷ്ഠാദിനമെന്ന് വിചാരിക്കുന്ന കർമ്മം ഇങ്ങനെ ഉണ്ടായതാണ്. ഏതെങ്കിലും കഥ പറഞ്ഞൊപ്പിക്കുന്ന കാര്യമല്ല. ഇപ്പം ഈയിടെയായിട്ട് പ്രതിഷ്ഠാകർമ്മത്തിൻ്റെ അനവധി ചരിത്രം ഇങ്ങ് വരുന്നു. എന്താണ്? രക്തം കണ്ട്, ഒരുപാട് സ്ഥലത്ത് രക്തം കണ്ടെന്നാണ്. പക്ഷെ ഇത് വാസ്തവത്തിൽ എന്താണെന്ന് ഇത് ബുദ്ധിയുള്ളവർ കെട്ടിച്ചമച്ചതാണ്. പുല്ലറുത്തപ്പോൾ രക്തം വന്ന് ഇത് ഗുരുവായൂർ അതിൻ്റെ ഒരു കഥയുണ്ട്. അതുപോലെ ഇങ്ങനെ പലതായിട്ട് നമ്മൾ കഥ പറഞ്ഞ് കളിയാക്കി കളഞ്ഞിരിക്കുക. ഇപ്പം ഇത് പുഷ്പം നിർത്താൻ രക്തം വരില്ല. പിന്നെ ചില ചെടിക്ക് രക്തനിറമുണ്ട്, അതെടുത്ത് ഉരച്ചാലും രക്തനിറം വരും. അപ്പം അങ്ങനെ എന്തോ കാണിച്ചിട്ട്, അല്ലെങ്കിൽ വല്ല ചുമന്ന സാധനങ്ങളും എടുത്ത് കലക്കിയിട്ട് കല്ലിൻ്റെ പുറത്തൊഴിച്ചാൽ രക്തം വന്ന്, ഇന്നത്തെ കാലമല്ലേ. അപ്പം ഈ നിലയിലൊക്കെ അമ്മിളിപ്പറ്റി വിശ്വസിച്ച് അതിൽ കിടന്നു പോകുന്ന ചില അറിവുകേടിൻ്റെ സന്താനങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ഇതൊന്ന് മാറ്റിയെടുക്കാൻ നിങ്ങൾ ജാതിയും മതവും മറന്ന് വർഗവിദ്വേഷത്തിൻ്റെ ആണി ഊരിക്കളഞ്ഞ് നിങ്ങളുടെ മക്കളുടെ കയ്യിലേക്ക് ഈ സത്യസന്ധത പകർന്നു കൊടുക്കാൻ പ്രാപ്തമാണ് നിങ്ങളുടെ ഗുരുപൂജ. ഈ ഗുരുപൂജയെപ്പറ്റി നിങ്ങൾ മാനിച്ചറിഞ്ഞിട്ട്, അതാണ് നിങ്ങൾ ഗുരുപൂജ ചെയ്തും ചെയ്യാതെ ഇവിടെ വരുന്നവർക്ക് ചില ദർശന സ്വഭാവം, ജാഗ്രത, സ്വപ്ന, സുഷുപ്തി, ഇത് കണ്ടിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകുന്ന ഒരു രംഗവും നിങ്ങൾക്ക് വരുന്നുണ്ട്. അങ്ങനെയുണ്ട് ഇതിനകത്ത് ആൾ. ഇപ്പം ഇത്രയും പേരിനകത്താണ് അവർ കണ്ടിട്ട് നിൽക്കുക, മറന്നു പോകുക അവരെപ്പറ്റി. അപ്പം മനസ്സിൻ്റെ ആഴം എവിടെ ചെന്ന് എത്തിയെന്ന് അവരും അറിയുന്നില്ല, നിങ്ങളാരും തന്നെ അറിയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ളൊരു സത്യസന്ധത നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചിട്ട് അവരവരുടെ യുക്തിയും വെറും അറിവുകേടും എടുത്ത് പറഞ്ഞിട്ട്, ഇത് എന്താണ് പറഞ്ഞതെന്നറിയാമോ? നമ്മുടെ ഈ പ്രതിഷ്ഠാകർമ്മം എന്ന് പറയുന്ന ഈ കർമ്മത്തിൽ വേദനപ്പെട്ടതും വേദനിച്ച് എത്രയോ കാലം, എത്രയോ ജന്മങ്ങളായിട്ട് പ്രവർത്തിച്ചു വന്ന ഒരു സത്യസന്ധത നമ്മുടെ ജീവനിലേക്ക് പകരാൻ നമുക്ക് ദൈവം തന്ന ഒരു ഭാഗ്യമാണ്. ഇത് കണ്ടു നിന്നവർക്ക്, അല്ലെങ്കിൽ എൻ്റെ കൂടെ കഴിഞ്ഞ ഏതൊരു വ്യക്തിക്കും ഒരു വാസനയുള്ളതായിട്ട് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് അതിന് കാരണം എൻ്റെ കൂടെ ആദിയിൽ ഇവിടെ വരികയും താമസിക്കുകയൊക്കെ ചെയ്ത ആളുകൾ തന്നെ അത് മറ്റൊരു വിപരീത ഗുണത്തിൽ
വെളിയിലിറങ്ങി നിന്ന് പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കണ്ട് എന്നെ ഒരു വീട്ടിൽ കൊണ്ടാക്കി. കാരണം ഇന്ന അപകടം ഉണ്ടാകും, ഇന്നിവിടെ ഇരുത്തരുത്, രണ്ടുപേര് കാണത്തക്ക വിധത്തിൽ ഇരിക്കരുതെന്ന് പറഞ്ഞാൽ 7 കൊല്ലത്തിൻ്റെ ഒരു ചരിത്രം പറയുകയാണ്. ഇന്നിവിടെ ഇരുത്തരുത്, ഒന്ന് ഈ പൂർത്തീകരണമെന്ന് പറഞ്ഞൊക്കെ നടക്കുന്നതിൻ്റെ ഒരു കാലട. ആ കാലങ്ങൾക്ക് ഇങ്ങനെ എന്നെ കൊണ്ടുപോയി. അപ്പം അനേക ദിവസങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു വീട്ടിൽ, അനേക ദിവസങ്ങളല്ല കൊല്ലങ്ങളായിട്ട് അവിടെ കൊണ്ടാക്കി. അത് കഴിഞ്ഞ് ഇവരിങ്ങ് പോന്ന്. പക്ഷെ ആ വീട്ടുകാർ, ഞാൻ അവിടെ ചെന്ന ഉടനെ അവിടെ നിന്ന് വേറൊരാൾ വന്ന് എന്നെ കൊണ്ടുപോയി അവിടെ അത് ഒരു ദിവസത്തെ താമസം ഉണ്ടായിരുന്നു. തിരിച്ചു വന്ന വഴി കല്ലമ്പലത്തിൽ വന്ന് വണ്ടി അങ്ങ് നിന്ന്. കാര്യം നോക്കിയിട്ടൊന്നും കാണുന്നില്ല. അത് കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പുറപ്പെടാനായുള്ളൂ. വേറെ എന്തുകൊണ്ട് മിഷൻ നിന്നൊന്നും അറിയില്ല. അങ്ങനെ പുറപ്പെട്ട് ആ ഉദ്ദേശിച്ച സ്ഥലത്ത് ചെന്നപ്പോൾ വടിയും തടിയും ആയുധങ്ങളുമായിട്ട് ആൾ നിൽക്കുകയാണ്. എന്നെ സ്വീകരിക്കാനാണ്. എന്താ മനസ്സിലായി നിങ്ങൾക്ക്? ഇവിടുന്ന് ആ ദിവസങ്ങളെ രക്ഷപ്പെടാൻ വേണ്ടി പോയതാണ്. അവിടെ സംഭവിച്ചിരിക്കുന്ന ഇതാ. പിന്നെ എന്തുകൊണ്ടോ എന്നെ കണ്ടിട്ട് ഇവർ കുറേ പേരിങ്ങനെ വടിയും തടിയൊക്കെ ആയിട്ട് നിൽക്കുന്നതല്ല, അടുത്തില്ല. അതെന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. ആ വീട്ടിൽ അമ്മാവൻ പെട്ടെന്ന് എൻ്റെ വസ്ത്രങ്ങൾ അവിടെ, അപ്പോൾ അവിടെ 2 ദിവസം താമസിക്കാൻ പോയതാണ്. ആ വസ്ത്രം എടുത്ത് കയ്യിൽ തന്നിട്ട്, സ്വാമി പെട്ടെന്ന് പോ, ഇതൊന്നും ഇപ്പം പറയണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. ഇനി ഇവിടെ വന്നപ്പോഴാണ് കഥ അറിയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചില കഥകൾ എത്രയോ പ്രാവശ്യം, അതാണ് ഞാൻ പറഞ്ഞത് സമകാലിക ചരിത്രം എന്നതിൽ വായിച്ചില്ലേ നിങ്ങൾ? അതാണ്. അതുപോലെ അനേക ചരിത്രം. അതുപോലെ ഒരു പെണ്ണ് കിണറ്റിൽ ചാടിയപ്പോൾ ഇവരെല്ലാവരും കൂടി ഈ പോത്തങ്ങോട്ട് എല്ലാ ആളുകളും എന്ന് പറയാം, വേണ്ടി വന്നാൽ 4-5 പേര് വീട്ടുകാർ വന്നിരിക്കില്ല. വടിയും തടിയും കല്ലും, ഇവിടെ കല്ലിന് ക്ഷാമമില്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ വന്നാൽ എത്ര കല്ല് വേണമെങ്കിലും, ഇപ്പം ഈ കെട്ടിടത്തിൻ്റെ അടിയിലൊക്കെ പെറുക്കിയിട്ടിരിക്കുന്നത് മൊത്തം ഇവിടുത്തെ ഇത്രയുള്ള കല്ലുകളാണ്, ഫൗണ്ടേഷൻ്റെ അടിയിൽ അതാ. അപ്പം അങ്ങനെയാണ് ഇവിടെ കിടന്നിരുന്നത്. ഇവിടെ പ്രാർത്ഥിച്ച് ഇളകി വന്ന കല്ല് ഒരു കാൽച്ചവിട്ടിയിൽ നിന്ന് വാരിയാൽ ഒരു 3 കുട്ട കാണും. അത്ര ഇളകുകയാണ് കല്ല്. ഇതൊക്കെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇതൊക്കെ കണ്ടിട്ടുള്ള ആളുകൾ ഇതിനകത്ത് തന്നെ ഇപ്പോഴും 10-15 പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ ചരിത്രം. അപ്പം ഇതിൻ്റെ പ്രതിഷ്ഠ സ്വഭാവം ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് എൻ്റെ നിങ്ങളുടെ ഒരു കഴിവെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾക്കും എനിക്കും ഇനി വരാൻ പോകുന്ന മക്കൾക്കും ഒരു വലിയ അവകാശം നമുക്ക് പകർന്നു തന്നിരിക്കുക. അതുകൊണ്ടാണ് ഈ ഗുരുപൂജ ചെയ്ത വീട്ടുകാർ കുഞ്ഞുങ്ങളെ കല്യാണം ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞിട്ടേ ചെയ്യാവൂ. എന്നാൽ ഇതിൽ ചില വീട്ടുകാർക്ക് മാത്രം ഇത് മനസ്സിലായി, ചില കുട്ടികൾക്കും മനസ്സിലായിട്ട് അവരും അത് അംഗീകരിക്കാറുണ്ട്. അതിനൊരു ഉദാഹരണം, സാറൊന്ന് എണീക്ക്. സാറിൻ്റെ മക്കളാണ്, പെൺകുട്ടികളാണ്. നിങ്ങൾ കണ്ട
ഇയാൾ പോലീസുകാരനാണ്, വല്ല അടിക്കുക വല്ലതും ചെയ്യാതെ സൂക്ഷിക്കുകയും വേണം. അത് വടിവെല്ലാം ഉണ്ടോയെന്ന് നോക്കി. ഈ മക്കൾ പറഞ്ഞ് വന്ന് ചോദിച്ചവരോട് നേരിട്ട് പറയുകയാണ്, എൻ്റെ ഗുരു പറഞ്ഞാൽ അനുസരിക്കാമെന്ന്. ചോദിച്ചു നോക്കുക നിങ്ങൾ. ആ ആളിൻ്റെ മക്കൾ പറഞ്ഞതാണ്, പെൺമക്കൾ 2 പേര്. ഇതെന്തിന് പറയുന്നു? ഗുരുപൂജ ചെയ്തിട്ട് അവരോട് പറഞ്ഞിരുന്ന ആ കാര്യം ആ മക്കൾക്ക് മനസ്സിലായി. ഇതിവിടെ എന്നെക്കൊണ്ട് പലതും സമ്മതിപ്പിച്ചിട്ട്, ഒളിഞ്ഞും തിരിഞ്ഞും സമ്മതിപ്പിച്ചിട്ട് ഇവിടെ അങ്ങനെ ഇപ്പോഴും ഒരു കാര്യം നടക്കുകയാണ്. വളരെ അറിവുള്ള വീട്ടിലാണ്. അത് 2 എഞ്ചിനീയർമാർ 3 എഞ്ചിനീയർമാരുള്ള വീട്ടിലാണ്. എല്ലാം തികച്ചും ഇന്നത്തെ ഈ എയറോപ്ലെയിൻ പറപ്പിക്കുന്ന ആ സാധനത്ത് നിന്ന് ഫിറ്റ് ചെയ്യുന്നവരാണ്. ഇത്രയും അറിവുള്ള വീട്ടിലും അനവധി സിദ്ധാന്തങ്ങളാണ് നടക്കുന്നത്. ഇതെന്നെക്കൊണ്ട് ഗുരുപൂജ ചെയ്യണമെന്ന് പറഞ്ഞ് 4 കൊല്ലം ആവർത്തിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആ വീട്ടുകാരിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഭാവനയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്ന് അത് നടക്കുകയാണ് അലങ്കോലപ്പെട്ട്. അപ്പം ഇത് നിങ്ങൾ ഈ വഴിക്ക് നിങ്ങൾ അറിഞ്ഞിരുന്നില്ലെങ്കിൽ ദൈവത്തോടും അതിനോടൊപ്പം നിങ്ങളോടും ചെയ്യുന്ന വലിയ ഒരു അക്രമത്തിൻ്റെ ഒരു പാത തുറക്കലായിരിക്കും. അതുകൊണ്ട് പെണ്ണും ആണും ഇവിടെ വരുന്നവർക്ക് ചില ദർശനവും കാര്യങ്ങളും കാഴ്ചകളൊക്കെ ഉണ്ടായേക്കും. അതിനെ വഴിതെറ്റിക്കാനും പറഞ്ഞ് കുളിപ്പിക്കാനും ഒക്കെ ആൾ കാണും. ഇതെല്ലാം അസത്യങ്ങളുടെ പരിപൂർണ സ്വഭാവമാണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ മുൻപ് ഞാൻ പറഞ്ഞ അനവധി ജന്മങ്ങളുടെ ഒരു സുഹൃതഫലമാണ് നിങ്ങളിവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളാരും മോശക്കാരല്ല. പണവും ശേഷിയും അറിവും നിങ്ങൾക്കുണ്ടായിരിക്കില്ലായിരിക്കും. ഉള്ളതുണ്ടായാൽ മതി. ആ ഉള്ളതിനെ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളിലെ കൂടെ ഒരു ധർമ്മം പകരുന്ന മക്കളായിട്ട് പരമ്പരാഗതമായി നിങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ അനവധി കാലങ്ങളെടുത്താണ് ഞാനിത് സഹിച്ചും ക്ഷമിച്ചും നിങ്ങളോട് പറയുന്നത്. പക്ഷേ നിങ്ങൾ എത്രമാത്രം എടുക്കുമെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയുള്ള കാര്യമാണ് ഇതിനകത്ത് നടക്കുന്നതെന്ന് നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്കറിയാം? അല്ലെങ്കിൽ എത്ര പേരങ്ങനെ വിശ്വസിക്കും? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിൽ എത്ര പേരാ നേരെയാകും? ഇതെല്ലാം എന്തിനു വേണ്ടി ദൈവം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. ഇത് നിങ്ങൾ കളഞ്ഞു കുളിക്കല്ലേ. കളഞ്ഞു കുളിച്ചാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. വലിയ ദോഷത്തിൻ്റെ വലിയ കടമ്പ കിടക്കേണ്ട ഒരു കർമ്മം പൂർത്തിയാക്കി നമ്മൾ കടന്നു പോകാൻ നോക്കുമ്പോൾ അവിടെ കൊണ്ടുവന്ന് ഈ മാർഗ തടസ്സം സൃഷ്ടിക്കുന്ന കർമ്മത്തിൽ നമ്മൾ ആരും നിൽക്കരുത്. ഇത് നിങ്ങൾ തികച്ചും മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ ജാതിക്കും മതത്തിനും വർഗത്തിനും സ്ഥാനം കൊടുക്കാതെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനും സഹധർമ്മത്തിനും എന്തോളം പുണ്യം സമ്പാദിക്കാൻ കഴിയും, എന്തോളം നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും, ഒരു വലിയ പരിഭ്രാന്തി പിടിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് എടുക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്രയും വലിയ കാര്യം നമുക്ക് എടുക്കാൻ കഴിവുള്ളവരല്ല നാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ പല ദണ്ഡങ്ങളും പ്രയാസങ്ങളും വരും. അത് ദൈവത്തിൻ്റെ പേരിൽ. കാരണം മോസസ് അല്ലെങ്കിൽ യേശു അല്ലെങ്കിൽ നബി അങ്ങനെ പ്രവാചകങ്ങളെല്ലാം തന്നെ എന്നല്ല,
ലോകഗുരുവായി അംഗീകരിച്ച ശ്രീശങ്കരൻ വരെ ഇതിൻ്റെ ഭാഗത്ത് നിന്ന് കറങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെങ്ങനെ ഇതെടുക്കും? പക്ഷെ ഇതാണ് നിങ്ങളെ കൊണ്ട് പറഞ്ഞ് കേൾപ്പിച്ചറിഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ ആ അനുഭവം ഉണ്ടായിട്ട് ആ കർമ്മം നിങ്ങൾ ഏറ്റെടുക്കാൻ എപ്പോഴെങ്കിലും ഭാഗ്യം ചെയ്തിട്ടുള്ള ഒരു ജീവനാണ് നിങ്ങൾ. ആ ജീവൻ്റെ പരിണാമത്തെപ്പറ്റി നിങ്ങൾ അറിയില്ല. ആ പരിണാമ സിദ്ധാന്തത്തിൽ നിങ്ങൾക്ക് വളരാനും ജനിക്കാനും സമയം കിട്ടിയ ഈ അവസരം നിങ്ങൾ പാഴാക്കരുത്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കർമ്മത്തിൽ നിങ്ങൾ പങ്കാളിയാകുക. ഇത് നിങ്ങളുടെ സ്വത്തോ പണമോ അഭിമാനമോ എന്തെല്ലാം കേടുവന്നാലും ശരി, ആ സത്യത്തിനെ നിങ്ങൾ വീണ്ടെടുക്കും എന്ന ധൈര്യം നിങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക. ഇത് നിങ്ങളെ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല, അവരെ കൊണ്ടേ വെക്കും. അപ്പം അവർ എങ്ങനെയെല്ലാം വളർന്ന് നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു. നമ്മുടെ അറിവുകേട് കൊണ്ട് എന്ത് അവർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഈ അറിവുകേട് അവർക്ക് സംഭവിക്കരുത്. എൻ്റെ കുട്ടികൾക്കത് പാടില്ല. ആ ഒരു ധൈര്യം പകരാനാണ് നിങ്ങളിവിടെ വരുന്നത്. ആ ഒരു ധൈര്യം പകർന്നിട്ട് അത് മക്കളിൽ കൂടി നാടിനും വീടിനും രാജ്യത്തിനും വേണ്ടി വന്ന ഉലകത്തിന് വരെ സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരു പ്രാപ്തിയാണ് നമ്മൾ വരിച്ചിരിക്കുന്നത്. ഈ ഒരു ചിന്തയോട് കൂടി വേണം നിങ്ങൾ ഇവിടെ വരാനും പോകാനും. മറ്റാരെങ്കിലും കാണിക്കുന്നതോ പറയുന്നതോ, നിങ്ങൾ വീട്ടിൽ തന്നെ പരസ്പരം കലയിക്കുന്നതോ, അല്ലെങ്കിൽ പണവും ശേഷിയില്ലാതെ നിങ്ങൾ കഷ്ടപ്പെടുന്നതോ, ഇതൊന്നും പറയാനല്ല ഇവിടെ വരുന്നത്. അതൊക്കെ നിങ്ങൾ പറഞ്ഞോളൂ, അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ പറഞ്ഞോ. പക്ഷെ ഇതല്ല നിങ്ങളുടെ ലക്ഷ്യമേ, ഇതല്ല. തികച്ചും പരിപൂർണമായ ഒരു ജീവിത സത്യം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പകർന്ന് ധർമ്മപ്പെടുത്തിയെടുക്കാൻ അവസരം കാണിക്കലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് എന്നും കിട്ടുന്ന വകയല്ല. ഇത് നിങ്ങൾക്ക് ദൈവമായിട്ട് പകർന്നു തന്ന ഒരു സത്യസന്ധതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ പ്രയത്ന സത്യങ്ങളും നിങ്ങൾക്ക് ഇതിൻ്റെ മുമ്പിൽ അഴിച്ചു വയ്ക്കാൻ കഴിയണം. എല്ലാ വിധത്തിലുള്ള പ്രയത്നം കൊണ്ടുണ്ടായിട്ടുള്ള ധനവും പ്രബുദ്ധവും വിദ്യയും ഇതിൻ്റെ മുൻപിൽ അഴിക്കാം. ഇത് ഈശ്വരന് വേണ്ടി അല്ല, ഞങ്ങളുടെ പിൻഗാമികൾക്ക് വേണ്ടിയും മുൻഗാമികൾ തേഞ്ഞ് പോയ ആ തെറ്റിൻ്റെ ആവർത്തന ശേഷി അഴിച്ചു കളയാനും ഞങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമാണിത് എന്ന് തികച്ചും വിശ്വസിച്ചിട്ട് ഈ ധർമ്മം നിങ്ങൾ ഏറ്റെടുക്കുക. ഇത് ചെറിയൊരു ധർമ്മമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ വന്നതിന് ശേഷം കുറെയെങ്കിലും അറിയാം. ഇത് നിങ്ങളിൽ കൂടി, നിങ്ങളുടെ മക്കളിൽ കൂടി രാജ്യത്തിനും ഉലകത്തിനും കിട്ടാൻ ദൈവം വിധിച്ച കാലത്തെ നിങ്ങൾ തള്ളിക്കളയാതിരിക്കുക. ഇതൊരു സത്യമായ വാക്കായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. ജാതിക്കും മതത്തിനും നിങ്ങളിത് പങ്കുവയ്ക്കരുത്. ഏത് ജാതിയും മനുഷ്യൻ തന്നെ, ഏത് വർഗവും മനുഷ്യൻ തന്നെ. ഇപ്പം ഇരുകാലിമാടുകളായിട്ട് മാറാതെ നമ്മൾ തികച്ചും ധർമ്മപുഷ്ടിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യക്കോലങ്ങളായി നിങ്ങൾ വിശ്വസിക്കുക. ഇതിൽ നിന്ന് നിങ്ങൾക്കെല്ലാം പകരാൻ കഴിയുന്ന ഒരു സത്യത്തിന് നിങ്ങളെ വിളിച്ചറിയിക്കണമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത് നിങ്ങളത് ചെയ്തെടുക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ വാക്ക് ഓം ശ്രീ കരുണാഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ
കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു പരബ്രഹ്മണേ നമഃ. ഓം ശ്രീ കരുണാകര ഗുരു സത്യപ്രദായ നമഃ. സദ്ഗുരുവേ ശരണം. ഗുരുമാർഗം പ്രകാശ സഭയുടെ ആഭിമുഖ്യത്തിൽ ഗുരുധർമ്മ സത്യയാത്ര ഇന്ന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഈ യാത്ര തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം ഗുരുഭക്തരെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു അവധൂത് യാത്രയാണ്, എന്നാൽ ആ വാക്ക് ഞങ്ങൾ ഉപയോഗിച്ച് അവകാശപ്പെടുന്നില്ല. കാരണം ഈ യാത്ര വാഹനത്തിലാണ്. എന്നാൽ ഈ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം എവിടെ, താമസം എവിടെ, വരവെവിടെന്ന്, ചെലവെവിടെന്ന് ഇതൊന്നും തന്നെ ഞങ്ങൾക്ക് ഒരു നിശ്ചയവുമില്ല. എല്ലാം ഗുരു നിശ്ചയം പോലെ നടക്കും എന്നുള്ള വിശ്വാസം മാത്രമാണ്. ഈ യാത്ര പുറപ്പെടുന്നതിന് ഒരു മനുഷ്യനോടും ഒരു സംഘടനയോടും ഒരുവിധ സഹായങ്ങളും ഞങ്ങളാരും ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ സ്നേഹസമ്പന്നരായ ഒരുപാട് പേര്, ചില സംഘടനകൾ ഒക്കെ ഞങ്ങൾക്ക് പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തു വന്നു എന്നുള്ളത് സത്യമാണ്. എല്ലാം ഗുരുകാരുണ്യം എന്നുള്ള രീതിയിൽ അവയെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ചെയ്യുന്നു. ഈ യാത്ര കണ്ണൂരാണ് അവസാനിക്കുന്നത്. ഏകദേശം 10-15 ദിവസം കൊണ്ടേ ഈ യാത്ര പൂർണ്ണമാവുകയുള്ളൂ. ഈ യാത്രയിലുടനീളം ഞങ്ങൾ ഗുരുവാണികൾ, ഗുരുവിൻ്റെ റെക്കോർഡ് ചെയ്ത അതേ ശബ്ദത്തിൽ ഈ നാടിൻ്റെ എല്ലാ ഭാഗത്തും പ്രാർത്ഥനയോടുകൂടി കേൾപ്പിക്കുകയാണ്. ഗുരുമാർഗം പുനഃസ്ഥാപിക്കുവാൻ, ശാന്തിഗിരിയിൽ നടക്കുന്ന അധർമ്മങ്ങളെ ആത്മീയമായി എതിർക്കുക എന്നുള്ളത് കൂടിയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. ഇന്ന് ശാന്തിഗിരിയിൽ ഉണ്ടായ, അവിടെ നിന്നും പുറത്തു വന്നൊരു വാർത്ത കേട്ടിട്ട് കരയണമോ ചിരിക്കണമോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. 1973 ഗുരു 73 എല്ലാം പൂർത്തീകരിച്ച് 7ാമത്തെ വൈവസ മനുവായ ഒരു സത്യത്രാണന് പറ്റിയ തെറ്റിനെ തിരുത്തി പുതിയ പരമ്പര സൃഷ്ടിച്ചു കഴിഞ്ഞ് 1999 മെയ് മാസം 6-ാം തീയതി ഗുരു ഭൗതിക ശരീരം വിട്ടുകഴിഞ്ഞ് 1/4 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ കൂട്ടാളികളും ചേർന്ന് വീണ്ടും സത്യത്രാണനെ കൊണ്ടുവന്ന് ശുദ്ധി ചെയ്യുന്ന ഇത് കണ്ടാൽ ചിരിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. ഇതും കണ്ട് വിശ്വസിച്ച് കുറച്ചു പേര് ഇപ്പോഴും അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു എങ്കിൽ അവർ അന്നം മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നത് പോലെ ഏറ്റവും നിന്ദ്യവും നീചവുമായ വളരെയേറെ പ്രവൃത്തികൾ ഇതിനകം ചെയ്തു കഴിഞ്ഞു. മദ്യശാല തുടങ്ങുവാൻ സന്യാസിമാർ, മഞ്ഞയിട്ട സന്യാസിമാർ ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ വേദനാജനകമായ കാര്യങ്ങൾ കൂടി ശാന്തിഗിരി ആശ്രമത്തിൽ നടന്നിരിക്കുന്നു. അതുപോലെ തന്നെ കൽപ്പാന്ത ഗുരുവിൻ്റെ ആശ്രമത്തെ ഗോസ്റ്റ് ഹൗസ് എഴുതി വെച്ചതും നമ്മൾ കണ്ടു കഴിഞ്ഞു. യേശുക്രിസ്തു പറഞ്ഞതുപോലെ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് പൊറുക്കേണമേ. എന്താണോ ഗുരുവിൻ്റെ ഇച്ഛ അത് നടക്കേണമേ എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയുവാനുള്ളൂ. ഈ യാത്രയ്ക്ക്
വേണ്ടുന്ന സഹായങ്ങൾ പലരും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ അവരുടെ സ്വമനസാലെ ചെയ്യുന്നതെല്ലാം സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. ഗുരുവുണ്ട്, ആ ഗുരുവിനോട് നമുക്കൊരു അവകാശം കൂടി കിട്ടിയിട്ടുണ്ട്. ഗുരുവിന് വേണ്ടി ഒരു നേരമെങ്കിലും ഒരു ആഹാരം ഗുരുവിൻ്റെ പേരിൽ ഒരാൾക്ക് കൊടുത്താലും, അതല്ലെങ്കിൽ ശാന്തിഗിരിയിൽ വന്ന് എന്തെങ്കിലും ഒരു കർമ്മം ചെയ്യുന്നവർക്ക്, അതല്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ കർമ്മം, ഈ മഹത്തായ ഈ വലിയൊരു കർമ്മം ഈ ചെയ്യുന്ന നമുക്ക് ഗുരുവിലൊരു അവകാശമുണ്ട്. ആ അവകാശം നമുക്ക് ഒരുപക്ഷെ ഇത് കഴിഞ്ഞാൽ കിട്ടുന്ന യാതനയും വേദനകളും ഉണ്ടാകാം. ഒരുപക്ഷെ നമ്മൾ വലിയ വലിയ പരീക്ഷണങ്ങളിൽ എത്തിപ്പെട്ടേക്കാം. ഇതൊന്നും നമുക്ക് വിഷയമല്ല. ഗുരു നമ്മോടൊപ്പം ഉണ്ട് എന്നുള്ളൊരു ബോധം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരാപത്തും വരില്ല. ആപത്തുകളൊക്കെ നമുക്ക് കൺമുന്നിൽ കണ്ടു പോകാമെന്നല്ലാതെ ഒന്നും നമ്മളെ ബാധിക്കില്ല. അതാണ് അടിയുറച്ച ഗുരുവിശ്വാസം. ആ വിശ്വാസത്തെയാണ് മർക്കടമാർഗമെന്നും മാർജാരമാർഗമെന്നും പറഞ്ഞ് ഗുരു നമ്മെ വ്യക്തമാക്കി തന്നിട്ടുള്ളത്. ആ ഒരു മാർഗത്തിലൂടെ സഞ്ചരിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയണമേ എന്ന് ഗുരു തൃപ്പാദങ്ങളിൽ ആ പാദത്തിൽ വീണ് നമസ്കരിച്ച് നമ്മൾ നൊന്ത് പ്രാർത്ഥിക്കുക. സദ്ഗുരുവേ ശരണം. സദ്ഗുരുവേ ശരണം. ഇന്ന് നമ്മൾ ഈ ഗുരുധർമ്മ സത്യയാത്ര കന്യാകുമാരിയിൽ 6:42 സൂര്യോദയത്തോടു കൂടി പ്രാർത്ഥന ചെയ്ത് തുടങ്ങുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഗുരു സംസാരിച്ച ഗുരുവാണിയും നമ്മൾ കേട്ട് ഈ യാത്ര കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇവിടെ കണ്ണൂരൂരാണ് യാത്ര. ഈ യാത്ര എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഗുരുവിൻ്റെ ആശയം ഗുരു നിശ്ചയിച്ച രീതിയിൽ തന്നെ, ഗുരു പറഞ്ഞ രീതിയിൽ തന്നെ ലോകമൊട്ട് നടപ്പിലാവണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ആണ് ഈ യാത്ര. ഇത് ആർപ്പാടങ്ങളോ അല്ലെങ്കിൽ കൂട്ടുന്നതോ അല്ലെങ്കിൽ ഒരു പരസ്യമോ അങ്ങനെ അല്ല ഇതിൻ്റെ രീതി. ഇത് ശരിക്കും പറഞ്ഞാൽ വണ്ടിയിലാണ് യാത്രയെങ്കിലും ഇതൊരു അവധൂത് പോലെ ആണ് ഇതിനെ നമ്മൾ ചിന്തിക്കുന്നത്. പ്രാർത്ഥനയാണ് ഇതിൻ്റെ പ്രാധാന്യം. പിന്നെ ആവശ്യപ്പെടുന്നവർക്ക് ഇന്നുള്ള ശാന്തിയിൽ സംഭവിച്ചിട്ടുള്ള ഗുരുവിൻ്റെ ആശയത്തിനെ നശിപ്പിക്കുന്ന ആരംഗങ്ങളും ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ഇത് ഓരോ സ്ഥലങ്ങളിലും ഗുരു സഞ്ചരിച്ച സ്ഥലങ്ങളും ഇന്നത്തെ ബ്രാഞ്ചാശ്രമങ്ങളും ഗുരുവിൻ്റെ ഭക്തന്മാർ അല്ലെങ്കിൽ ഗുരുവിൻ്റെ ശിഷ്യന്മാർ, ഗുരുവിൻ്റെ ആശയത്തെ പിൻപറ്റുന്നവർ, ഗുരുവിൻ്റെ ആശയം തിരികെ കൊണ്ടുവരണമെന്ന് ചിന്തിക്കുന്ന ആൾക്കാർ ഉള്ള സ്ഥലങ്ങളിലോട്ടാണ് ഈ യാത്ര. എല്ലാവരെയും തേടിയുള്ള യാത്രയാണ്. ഈ യാത്രയിൽ നമ്മളൊന്നും പ്രതീക്ഷിച്ചതല്ല, എല്ലാം ഗുരു നോക്കിക്കൊള്ളും എന്നുള്ളതാണ് നമ്മളെ ചിന്ത. എന്നാൽ ഇതിൽ ഭക്തന്മാരായിട്ടുള്ളവർക്ക്, സ്നേഹമുള്ളവർക്ക് ഈ വരണവരെ സ്വീകരിക്കുകയോ അവർക്ക് എന്തെങ്കിലും അന്നമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്യാം. കാരണം ഇത് ഗുരു വരണതായിട്ടാണ് നമ്മൾ ഇത് ചെയ്യണം. നമ്മൾ യാത്ര ചെയ്യണം എന്നുള്ളതല്ല, ഇത് ഗുരുവാണ് ഈ യാത്ര പോണത് എന്നുള്ളതാണ് ഇതിൽ നമ്മൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നത് ചിന്തിക്കുന്നത്. ഈ യാത്ര വിജയിക്കാൻ വേണ്ടി എല്ലാ ഗുരുഭക്തന്മാരും, എല്ലാ വിശ്വാസികളും, ഇത് അറിഞ്ഞ എല്ലാവരും ഈ യാത്ര വിജയമാവണം. ഈ യാത്രയിലൂടെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ മനസ്സ് നൊന്ന് നിൽക്കുന്ന എല്ലാ വിശ്വാസികളും, എല്ലാ ആത്മബന്ധുക്കളും ഒന്നു ചേർന്ന് ഇന്ന് ശാന്തിഗിരിയിലെ ഭരണകൂടത്തിന് നടക്കുന്ന അധർമ്മങ്ങളെ എതിർത്ത് കൂടെ പ്രാർത്ഥനയും കർമ്മവും ചെയ്യുകയും അതിലൂടെ ശാന്തിഗിരി ആശ്രമം ഗുരു നിശ്ചയിച്ച രീതിയിൽ അവിടുത്തെ ഭരണകൂടവും വരികയും അതിലൂടെ ലോകമൊട്ടും ഗുരുവിൻ്റെ ആശയം കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യുമാറാകട്ടെ എന്ന് ഗുരുവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സദ്ഗുരുവേ ശരണം. ഗുരുധർമ്മ പ്രകാശ സഭയുടെ ഈ യാത്ര എല്ലാവിധ മംഗളത്തോടും ഗുരുകാരുണ്യത്തോടും കൂടി വിജയപ്രദമായി തീരുവാൻ എൻ്റെ ആശംസകൾ, പ്രാർത്ഥനകൾ എല്ലാം ഗുരുപാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഈ യാത്രയുടെ പര്യവസാനം നമ്മുടെ ഗുരു പരമ്പരയ്ക്ക് നല്ലൊരു വ്യത്യാസം വന്ന് മാത്രമേ എന്ന് എല്ലാവരും അറിവിന്റെ അലകടൽ തിരകളിൽ ഭക്തിതൻ ചെറുതോണിയേറി ഞാൻ
ഞാൻ സഞ്ചരിക്കേ അറിവിന്റെ അലകടൽ തിരകളിൽ ഭക്തിതൻ ചെറുതോണിയേറി ഞാൻ സഞ്ചരിക്കേ അകലെ മനോഹര തീരങ്ങൾ കാണു ഞാൻ അവിടെയും കാണു ഗുരുപ്രകാശം ഞാൻ അവിടെയും കാണു ഗുരുപ്രകാശം ഗുരു തന്നെ ദൈവമെന്നറിയുന്നു ഞാൻ എൻ്റെ ജീവന്റെ ജീവനെന്നറിയുന്നു ഞാൻ യുഗധർമ്മ കർമ്മമിന്നറിയുന്നു ഞാൻ ഗുരു കനിവിൻ്റെ നിറവെന്നും അറിയുന്നു ഞാൻ ഗുരു കനിവിൻ